Hi everyone. നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 ദിവസം മാത്രമേ നമ്മുടെ എക്സാമിലേക്ക് ബാക്കിയുള്ളൂ. ഈ എക്സാമിലേക്ക് നമുക്ക് ആദ്യം മുതൽ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെ നമ്മൾ എല്ലാ സബ്ജക്റ്റിനെയും കൃത്യമായിട്ട് പഠിക്കണം. അത് നമുക്കൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ മിസ് ഇന്ന് വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ സിലബസ് കവർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ തന്നെയാണ്. ആദ്യമായിട്ട് നമ്മുടെ സിലബസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എന്തൊക്കെയാണ് സിലബസിനകത്തുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പക്ഷേ ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് 8 മാർക്ക് ചോദിക്കുന്ന എസ്സേ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് അത് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ ഓരോ ചാപ്റ്ററിലും അങ്ങനെ ടോപ്പിക്കുകൾ ഉണ്ടാകും. അതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് അതിന് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത് അതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് യൂസ് എ സ്റ്റഡി പ്ലാനർ. അതായത് കൃത്യമായിട്ട് ഏതൊക്കെ ദിവസം ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്, ആ സബ്ജക്റ്റിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കണം. എന്തിനാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്? വലിച്ചു വാരി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകും. സോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. സോ ഏതൊക്കെ ദിവസം ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ആ സബ്ജക്റ്റിൽ തന്നെ ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കുന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമതാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു ശരി എന്നാന്ന് പറഞ്ഞു പോകാതെ ആ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതൊക്കെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഓരോ ചാപ്റ്ററിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടാകും. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നു, കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നാലാമതെന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കണം. കുറച്ച് ഷോർട്ട് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അത് നിങ്ങൾക്ക് എക്സാമിന് തലേന്ന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. കാരണം നമ്മൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സോ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് ഓരോ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫോക്കസ് ഓൺ യുവർ വീക്ക് ഏരിയാസ്. നമുക്ക് എല്ലാ സബ്ജക്റ്റിലും ഏറ്റവും പാടായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകും. നമ്മൾ മെയിൻലി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അത് പഠിക്കാതിരിക്കും. എക്സാമിന് തരുന്നത് വെറുതെ വായിച്ചു നോക്കും എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാതെ ആ ചാപ്റ്ററിന് കുറച്ചും കൂടെ സമയം കൊടുത്ത് എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് എനിക്ക് മനസ്സിലാവാത്തെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ചാപ്റ്ററൊക്കെ തന്നെ ആയിരിക്കും. ഇത്രയും പാടുള്ള ചാപ്റ്റർ നമുക്ക് അധികം +2 പഠിക്കാനില്ല. സോ ഇങ്ങനത്തുള്ള ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 5 ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല അടിപൊളി മാർക്ക് പബ്ലിക് എക്സാമിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനോടൊപ്പം മിസ്സിന് പറയാനുള്ളത്, നമ്മുടെ ഇപ്പം യുവ എൻഡ് ഗെയിം എന്നൊരു സൂപ്പർ റിവിഷൻ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ആയിട്ടുള്ള ഇൻസ്റ്റാ ലേൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എക്സാമിൻ്റെ ടൈമിൽ അങ്ങനെ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് കിട്ടുന്നത് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ റിവിഷൻ ബാച്ച് ആണ് നമ്മുടെ യുവ എൻഡ് ഗെയിം. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾ താഴെ ഒരു നമ്പർ കാണും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേഗം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ exams.